പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും പൊൻകിരണങ്ങളുമായാണ് വിഷു ഓരോ മലയാളിയുടെയും ഉമ്മറപ്പടിയിൽ എത്തുന്നത്. 2026 ആണ്ടിലെ വിഷു പുണ്യനക്ഷത്രമായ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയൊരു പരിവർത്തനത്തിന്റെയും ഐശ്വര്യപൂർണമായ ഒരു കാലഘട്ടത്തിന്റെയും തുടക്കമാണ്. കണിവെള്ളരെയും കണിക്കുന്നയും കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ നിർത്തിവെച്ച് വരാനിരിക്കുന്ന ഒരു വർഷത്തെ നന്മയ്ക്കായി നാം പ്രാർത്ഥിക്കുമ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് ഈ വിഷു സമ്മാനിക്കുന്നത് ഭാഗ്യനിർഭരമായ ഒരു പുത്തൻ അധ്യായമാണ്. നക്ഷത്രമണ്ഡലത്തിലെ ഏറ്റവും സവിശേഷമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് പൂയം. പോഷിപ്പിക്കുന്നതെന്ന് അർത്ഥം വരുന്ന ഈ നക്ഷത്രം ദേവഗുരുവായ ബൃഹസ്പതിയുടെ സ്വാധീനത്തിലുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പൂയം നക്ഷത്രക്കാർക്ക് അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങൾക്കും മന്ദതയ്ക്കും വിരാമം ഇട്ടുകൊണ്ടാണ് 2026 വിഷു സംക്രമം കടന്നു വരുന്നത്. മനസ്സിനെ അലട്ടിയിരുന്ന ആകുലതകളുടെ ഇരുട്ടൊഴിഞ്ഞ് ലക്ഷ്യബോധത്തിന്റെയും കർമ്മശേഷിയുടെയും പുതിയ വെളിച്ചത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഈ വിഷുക്കാലം നിങ്ങൾക്ക് മുന്നിൽ തുറന്നിടുന്നത് അവസരങ്ങളുടെ വിശാലമായ ലോകമാണ്. തൊഴിലിൽ നേരിട്ടിരുന്ന പ്രതിസന്ധികൾ പടിയിറങ്ങുന്നതും സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരുന്നതും ഈ പുതുവർഷത്തിന്റെ പ്രത്യേകതയാണ്. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത തിരികെ ലഭിക്കാനും മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനും ഈ കാലയളവ് വഴിയൊരുക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിനും പ്രകൃതിയും ഈശ്വരനും കൂട്ടുനിൽക്കുന്ന ഒരു വർഷമാണിത്. പൂയം നക്ഷത്രക്കാർക്ക് പൊതുവെയുള്ള സ്വഭാവമാണ് പക്വതയും ദീർഘവീക്ഷണവും. ഈ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ട സമയമാണ് 2026 വിഷു സംക്രമത്തിന് ശേഷമുള്ള കാലം. വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക. ഒരു വിത്ത് പാകി മുളച്ച് പൂവിട്ട് നിൽക്കുന്ന കണിക്കുന്ന പോലെ നിങ്ങൾ ഇതുവരെ ചെയ്ത സൽക്കർമ്മങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ബലം കൊയ്തെടുക്കാനുള്ള സമയമായിരിക്കുന്നു. ഭൗതികമായ നേട്ടങ്ങൾക്കൊപ്പം തന്നെ ആത്മീയമായ വളർച്ചയ്ക്കും ഈ വർഷം വേദിയാകും. ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയാനും ജീവിതത്തിന് പുതിയൊരർത്ഥം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും. പ്രതിസന്ധികൾ വരാമെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് വിഷുക്കണി ദർശനത്തിലൂടെയും തുടർന്നുള്ള ശുഭചിന്തകളിലൂടെയും നിങ്ങൾക്ക് കൈവരും. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്കുമുള്ള ഒരു വലിയ കുതിച്ചുചാട്ടത്തിന്റെ മംഗളകരമായ തുടക്കമാണ് ഈ വിഷു. പൂയം നക്ഷത്രക്കാരുടെ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആത്മീയത എന്നിങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളെയും സ്പർശിക്കുന്ന വിശദമായ ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം. വഴിവിളക്കുകൾ തെളിയുന്ന ഈ പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. പൂയം നക്ഷത്രക്കാർക്ക് 2026 വിഷുഫലം തൊഴിൽപരമായ ഉയർച്ചയുടെ സൂചനകളാണ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അനുഭവിച്ചിരുന്ന മന്ദതയ്ക്കും തടസ്സങ്ങൾക്കും ഈ വർഷം പരിഹാരമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലി ലഭിക്കാൻ ഈ വിഷുക്കാലം വഴിയൊരുക്കും. പ്രത്യേകിച്ച് സർക്കാർ മേഖലയിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് അർഹമായ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ലഭിക്കും. മേലധികാരികളുടെ പ്രീതി പിടിച്ചു പറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന വർഷമാണിത്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങും. വിസ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും പുതിയ തൊഴിൽ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കുകയും ചെയ്യും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ വർഷം വിപുലീകരണത്തിന് അനുയോജ്യമാണ്. പുതിയ പങ്കാളികളെ ലഭിക്കാനും പഴയ കടബാധ്യതകൾ തീർക്കാനും സാധിക്കും. ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രം, ഔഷധം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. തൊഴിലിടങ്ങളിൽ ചില അസൂയക്കാർ ഉണ്ടായേക്കാമെങ്കിലും നിങ്ങളുടെ ആത്മാർത്ഥത അവരെയെല്ലാം നിഷ്പ്രഭരാക്കും. രഹസ്യ ശത്രുക്കളെ കരുതിയിരിക്കണം. എങ്കിലും അവർക്ക് നിങ്ങളെ ദോഷകരമായി ബാധിക്കാൻ കഴിയില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 പൂയം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. എങ്കിലും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഈ വർഷം സാധിക്കും. പല സ്രോതസ്സുകളിൽ നിന്നായി പണം കൈവരും. പാരമ്പര്യ സ്വത്തുക്കൾ ലഭിക്കാനോ തർക്കങ്ങളിൽ അനുകൂലമായി വിധിയുണ്ടാകാനോ സാധ്യതയുണ്ട്. ചിട്ടി, ഇൻഷുറൻസ്, ഷെയർ മാർക്കറ്റ് എന്നിവയിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. എന്നാൽ എടുത്തുചാടിയുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കണം. വസ്തുവോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അത് സാധ്യമാകും. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അനാവശ്യ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ ആഘോഷങ്ങൾക്കും വിനോദയാത്രകൾക്കുമായി പണം ചെലവാക്കേണ്ടി വരും. സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ വർഷാവസാനം ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കുന്നത് വലിയൊരു ആശ്വാസമാകും. ആരിൽ നിന്നും വലിയ തുകകൾ ഈ വർഷം കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന വർഷമായിരിക്കും 2026. പൂയം നക്ഷത്രക്കാർ പൊതുവെ കുടുംബസ്നേഹികളാണ്. ഈ സ്വഭാവം ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാൻ സഹായിക്കും. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ ഈ വർഷം സാധിക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിവാഹാലോചനകൾ പെട്ടെന്ന് സഫലമാകും. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതരാകാൻ അനുകൂലമായ സമയമാണ്.
കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം സന്താന ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും വിവാഹ കാര്യങ്ങളിലും പുരോഗതിയുണ്ടാകും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ നിങ്ങൾക്ക് മാനസിക സംതൃപ്തി ലഭിക്കും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പൂയം നക്ഷത്രം ദേവഗുരുവിന്റെ സ്വാധീനമുള്ള നക്ഷത്രമായതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങളിൽ വലിയ താല്പര്യം ഈ വർഷം പ്രകടിപ്പിക്കും. പ്രധാനപ്പെട്ട ക്ഷേത്ര ദർശനങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും ഈ വർഷം അവസരം ലഭിക്കും. ആത്മീയ ഗുരുക്കളുടെ ഉപദേശങ്ങൾ തേടുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മനസ്സിന്റെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് നന്നായിരിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുകയും പ്രതിസന്ധികളെ ശാന്തമായി നേരിടാനുള്ള കരുത്ത് ലഭിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ സന്തോഷം ലഭിക്കും. ഈ വർഷം നടത്തുന്ന ദാനധർമ്മങ്ങൾ ഭാവിയിൽ വലിയ ഗുണങ്ങൾ നൽകും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം. അമിതഭാരം, രക്തസമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം. ജോലിസ്ഥലത്തെ സമ്മർദ്ദം ഉറക്കമില്ലായ്മയ്ക്ക് കാരണമായേക്കാം. കൃത്യമായ വിശ്രമം അനിവാര്യമാണ്. ദൂരയാത്രകളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിദേശത്തോ ഇന്ത്യയിലെ പ്രശസ്തമായ സർവകലാശാലകളിലെ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനമായി പരിശ്രമിച്ചാൽ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. വിഷു എന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ വിഷുക്കണി ദർശനം ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. കണി കാണുന്ന കൃഷ്ണവിഗ്രഹം പോലെ നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശം പരക്കുന്ന വർഷമാണിത്. കാർഷിക മേഖലയിൽ താല്പര്യമുള്ള പൂയം നക്ഷത്രക്കാർക്ക് വിഷുവിനോടനുബന്ധിച്ച് നടത്തുന്ന കൃഷികൾ വലിയ ലാഭം നൽകും. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ കാര്യങ്ങളിലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. അനുഭവസ്ഥരുടെ ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കും. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും നീരാജനം വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുക. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം പുതിയ തുടക്കങ്ങളുടെ സമയമാണ്. തൊഴിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കുക. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ വേഗത്തിലാകും. യാത്രകൾ ഗുണകരമാകും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കും. 2027 ജനുവരി മുതൽ മാർച്ച് വരെ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുതിയ വീടോ വാഹനമോ വാങ്ങാൻ സാധിക്കും. പൂയം നക്ഷത്രക്കാർ പൊതുവെ സങ്കീർണമായ വ്യക്തിത്വത്തിന് ഉടമകളാണ്. അവരിൽ ഒരേ സമയം ആകർഷകവും വൈരുദ്ധ്യാത്മകവുമായ സ്വഭാവങ്ങൾ സമ്മേളിക്കുന്നു. പൂയം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അവരുടെ അസാമാന്യമായ ബുദ്ധിശക്തിയും ഉയർന്ന തലത്തിലുള്ള പൊതുവിജ്ഞാനവുമാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നേടുന്നതിനേക്കാൾ അറിവ് അവർ സ്വന്തം പ്രയത്നത്തിലൂടെ നേടിയെടുക്കും. ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും സംവാദങ്ങളിൽ ഏർപ്പെടാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവർക്ക് ആഴത്തിലുള്ള ഈശ്വരവിശ്വാസവും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും ഉണ്ടാകും. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്ന പ്രകൃതക്കാരാണ് ഇവരുടേത്. നിയമങ്ങൾ പാലിച്ച് ധാർമ്മികമായ വഴികളിലൂടെ ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. സത്യസന്ധതയും സദ്ഗുണവും ഇവരുടെ മുഖമുദ്രയാണ്. 2026 വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഈ കാലയളവ് പൂയം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പക്വതയുടെയും വർഷമാണ്. കർമ്മരംഗത്തെ ഉയർച്ചയും സാമ്പത്തിക ഭദ്രതയും നിങ്ങളെ തേടിയെത്തും. കുടുംബത്തിലെ സന്തോഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. ഈശ്വരവിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോയാൽ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് വിജയപഥത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. പൂയം നക്ഷത്രത്തിന്റെ കാരുണ്യവും ക്ഷമയും കൈമുതലാക്കി ഈ വർഷത്തെ വരവേൽക്കുക. ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു.